മറ്റു ഭാഷകളിൽ നിന്നെത്തി മലയാളത്തിൽ ഹീറോയിനായിട്ടുള്ള നിരവധി നായികമാരുണ്ട്. ഒരു കാലത്ത് അങ്ങനെ വന്ന് അഭിനയിച്ചിരുന്ന നിരവധി നടിമാരുണ്ടായിരുന്നു മലയാള സിനിമയിൽ. അവർ നിരവധി സിനിമകളിലും അഭിനയിക്കും. എന്നാൽ മറ്റു ചിലർ അധികം സിനിമകളിൽ അഭിനയിച്ചെന്ന് വരില്ല. ചിലപ്പോൾ ഒറ്റ സിനിമയെ മലയാളത്തിൽ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ. എന്നാൽ ആ സിനിമ മാത്രം മതി അവരെ പിന്നീട് മലയാളികൾ ഓർക്കാൻ. അത്തരത്തിൽ ഒറ്റ സിനിമയിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ കുടിയേറിയിട്ടുള്ള നായികയാണ് സുധാ റാണി. ബാംഗ്ലൂർ സ്വദേശിയായിട്ടുള്ള സുധാ റാണി കന്നഡ സിനിമയിലെ മിന്നും താരമായിരുന്നു. നിരവധി സൂപ്പർ ഹിറ്റുകളിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ്. സൂപ്പർ താരങ്ങൾക്കൊപ്പവും അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ സുധാ റാണി അഭിനയിച്ചിട്ടുള്ളത് ആദ്യത്തെ കൺമണി എന്ന ചിത്രത്തിൽ മാത്രമാണ്. 1995 പുറത്തിറങ്ങിയ സിനിമയിൽ അംബിക എന്ന കഥാപാത്രത്തെയാണ് സുധാ റാണി അവതരിപ്പിച്ചത്. ജയറാം ആയിരുന്നു ചിത്രത്തിലെ നായകൻ. ജയറാമിൻ്റെ ഭാര്യാവേഷമായിരുന്നു ചിത്രത്തിൽ സുധാ റാണിക്ക്. ആദ്യത്തെ കൺമണിക്ക് ശേഷം മലയാള സിനിമയിൽ നിന്ന് സുധാ റാണി അപ്രത്യക്ഷയായി. എങ്കിലും ആദ്യത്തെ കൺമണിയും ചിത്രത്തിലെ നായികയും ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ കന്നഡ, തമിഴ്, തെലുങ്ക് സിനിമകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഡബ്ബിങ്ങിലും സുധാ റാണി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. KGF 2 രവീണ ടണ്ടന് ശബ്ദം നൽകിയത് സുധാ റാണിയായിരുന്നു. ബാലതാരമായി സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയതാണ് സുധാ റാണി. ജയശ്രീ എന്നായിരുന്നു പേര്. സിനിമയിലെത്തിയ ശേഷമാണ് പേര് സുധാ റാണി എന്നാക്കി മാറ്റിയത്. 3-ാമത്തെ വയസ്സ് മുതൽ സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന സുധാ റാണി ആദ്യം ചെയ്തത് ബിസ്ക്കറ്റിൻ്റെ പരസ്യങ്ങളായിരുന്നു. അതിനുശേഷമാണ് സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങിയത്. കില്ലാടി കിട്ടു, കുള്ളക്കുള്ളി, രംഗനായകി, അനുപമ, ഭാഗ്യവന്ത എന്നിവയാണ് ബാലതാരമായി സുധാ റാണി അഭിനയിച്ച സിനിമകൾ. നായികയായി അഭിനയിക്കാൻ തുടങ്ങിയതോടെ പേരിൽ മാറ്റം വരുത്തി സുധാ റാണി എന്നാക്കുകയായിരുന്നു. തൻ്റെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുമ്പോഴായിരുന്നു സുധാ റാണിയുടെ വിവാഹം നടക്കുന്നത്. ഏറെക്കാലം സിനിമാ രംഗത്ത് മുൻനിര നായികയായി തുടരുമ്പോഴും സുധയുടെ കരിയറിൽ വിവാദങ്ങൾക്കോ ഗോസിപ്പുകൾക്കോ ഇടമുണ്ടായിരുന്നില്ല. എന്നാൽ സുധയുടെ വിവാഹ ജീവിതം വലിയ വിവാദമായി മാറുകയായിരുന്നു. സുധാ റാണി വിവാഹം ചെയ്തത് അമേരിക്കയിൽ അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് ആയിരുന്ന ഡോക്ടർ സഞ്ജയിനെയായിരുന്നു. പക്ഷേ ഈ വിവാഹ ജീവിതം സുധയ്ക്ക് നൽകിയത് മോശം അനുഭവങ്ങൾ മാത്രമായിരുന്നു. വിവാഹശേഷം ഭർത്താവിനൊപ്പം സുധാ റാണി അമേരിക്കയിലേക്ക് പോയിരുന്നു. ഭർത്താവ് സുധാ റാണിയെ നിരന്തരം മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ കെമിക്കലുകൾ നൽകി കൊല്ലാൻ ശ്രമിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ താരം അമേരിക്കയിൽ നിന്ന് രക്ഷപ്പെട്ട് ബാംഗ്ലൂരിലേക്ക് വരികയായിരുന്നു. വിവാഹത്തിന് 5 വർഷത്തിന് ശേഷം സഞ്ജയുമായി വിവാഹമോചനം നേടി സുധാ റാണി. പിന്നീട് സുധാ റാണി തൻ്റെ ബന്ധു കൂടിയായ ഗോവർദ്ധൻ എന്നയാളെ വിവാഹം ചെയ്തു. ഒരു മകളാണ് സുധാ റാണിക്കുള്ളത്. പേര് നിധി. മകളെ സുബിക്കുട്ടി എന്നാണ് താരം ഓമനത്വത്തോടെ വിളിക്കുന്നത്. പിന്നാലെ താരം അഭിനയത്തിലേക്ക് തിരികെ വരികയും ചെയ്തു. ഇപ്പോൾ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും സജീവമാണ് സുധാ റാണി.